ഹലോ അസ്സാമലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാം. ലൈക്കും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ പണി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഉച്ചൻ്റെ മുമ്പായിട്ട് പോവുകയാണ്. അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ അങ്ങനെ പോകാനൊരുങ്ങി നിൽക്കുന്നത് വരെ. അപ്പോൾ അതാ നമ്മൾ ബസ്സിനാണ് പോണത്. ബസ്സൊക്കെ കയറിയിട്ട് അവൻ പോകാമെന്ന് വിചാരിച്ചാണ് ഞാൻ ബസ്സൊക്കെ ഇറങ്ങി. പോകണട്ടോ, കുറച്ചെല്ലാം നടക്കാനുള്ളൂ. ഇപ്പോൾ മോളിന് ഭയങ്കര പെരട്ടാണ്. നടക്കാൻ വയ്യാന്നറിയും. അപ്പോൾ ആണ്ടായപ്പോൾ പറയുന്നുണ്ട് നടക്കാനൊക്കെ വയ്ക്കും, എനിക്ക് കുഴപ്പമില്ല, ഞാൻ നടക്കും, ഇനിയും നടക്കും എന്നൊക്കെ പറഞ്ഞ് കേടാട്ടി നടക്കട്ടെ. അപ്പോൾ ഇവിടുന്ന് അധികമൊന്നുമില്ല, കുറച്ചുള്ളൂ. പിന്നെ സംഭവം വീട്ടിലെത്തിയപ്പോൾ വീഡിയോ എടുക്കണ കാര്യം പറ്റാണ് മറന്നിട്ട് എത്തി. എല്ലാവരും കൂടി കണ്ടപ്പോൾ അതൊക്കെ മറന്നു. മോള് നല്ല കളിയിലിരുന്നിട്ടാ. പിന്നെ അതാ ഒരു ഫോണിൽ കാണുക, ഉപ്പാൻ്റെ ഫോൺ എടുത്ത് അതിൽ കണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഉപ്പാൻ്റെ ഫോണാണത്, നമ്മളിപ്പോഴാണ് കേട്ടത്. ആണ് ചോറുന്നാലും കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഓർമ്മ വന്നത്, വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ ചോർക്ക് അടിപൊളി മീൻ കറിയും മീൻ പൊരിച്ചതും ഉപ്പേരിയും പപ്പടവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരത്തിന് ഇതാ നാത്തൂന് എനിക്ക് ഇങ്ങനെ ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ കേട്ടോ നല്ല ഇഷ്ടം കേട്ടോ. മൺപയറും വല്ല റാഗിയും ശർക്കരയും തേങ്ങ ഒക്കെ ഇട്ടിട്ടുള്ള നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ല, നല്ല ചൂടോടുക്കനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം കഴിക്കണം കേട്ടോ. പിന്നെ നമ്മളിവിടെ വന്നപ്പോൾ പിന്നെ വീഡിയോ ഒന്നും ഫുള്ളൊന്നും എടുത്തിട്ടൊന്നുമില്ല. കാരണം വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ ഫോൺ ഉണ്ടാവില്ല. അപ്പോൾ മോന് ഇവിടെ എത്തിയാൽ പിന്നെ അങ്ങനെയാണ്, മോനക്ക് ഫോണെടുത്ത് ഇങ്ങനെ പോയി എടുത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചിക്കൻ രാത്രിക്കൊക്കെ ബിരിയാണിയോ എന്തെങ്കിലും ഉണ്ടാക്കിക്കോളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയത്തിമാരും മക്കളും നാത്തൂനും ഒക്കെ ഉണ്ടിട്ട് ഇവിടെ. അപ്പോൾ ചെറിയ നാത്തൂന് തന്നെ ഉള്ളൂ ഇവിടെ, ഉൾക്കൊരു കുട്ടിയാണുള്ളത്. മൂത്ത നാത്തൂന് എന്നോട് ആരോ ഒരു കൂട്ടുകാരത്ത് ചോദിച്ചു നാളൊരു വീട്ടിലത്തെ വീഡിയോ വിട്ടപ്പോൾ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. മൂത്ത നാത്തൂനുണ്ട് വേറെ പോയതാണ്. അപ്പോൾ അവളും കണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളും ഇവിടെ ഉണ്ട് കേട്ടോ. അവൾ വൈകുന്നേരമൊക്കെ ഒന്നും കണ്ട് വരും, പിന്നെ ആണ്ടനെ പോകും, അങ്ങനെയാണ്. പിന്നെ നമ്മൾ വടക്കുവാർത്ത് കൊക്കപ്പായന്മാരുണ്ട്, ഇമ്മ ഒരുപാട് കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു മരമാണ്, നല്ല കായ്ച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അങ്ങനെ മൂത്തതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോൾക്ക് നോക്കിയപ്പോൾ രണ്ടെണ്ണം അങ്ങനെ അതുപോലെ മൂത്തത് കണ്ട്. അപ്പോൾ അതൊക്കെ അത് പൊട്ടിച്ചെടുത്ത് കണ്ട് ഞങ്ങളിങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടി വൈകുന്നേരം നല്ല രസമാണ് എല്ലാവരും കൂടിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ നല്ല മധുരം ഉണ്ട് കേട്ടോ ഈ കൊക്കപ്പഴം. പക്ഷേ അതിങ്ങനെ ഊമ്പിടാനേ ഉണ്ടാവുള്ളൂ, എന്നാലും നല്ല മധുരമാണ്. അങ്ങനെ മരബിൻ്റെ മുമ്പ് എല്ലാവരും കൂടി പുറത്ത് നല്ല കളിയൊക്കെ ഇരുന്നിട്ടാ. അപ്പോൾ ആരെയും വീഡിയോകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, അവരൊക്കെ പല കോലത്തിലൊക്കെ ഇരുന്നിട്ടാണ് നിന്നത്. അങ്ങനെ അതാ രാത്രിക്കൊക്കെ പിന്നെ ഞങ്ങൾ ബിരിയാണി ഒന്നും ആക്കിയില്ല, നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് എളുപ്പത്തിൽ നെയ്ച്ചോറും മതിയെന്ന് വിചാരിച്ച് അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയും കച്ചമ്പറും അച്ചാറൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടാണോ വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ മതി, നമ്മളെ ഈ പഴയ വീടല്ലേ, അപ്പോൾ ഇത് മതി. ഇനി പുതിയ വീട് ആയേക്ക് പോയാൽ നമുക്ക് നല്ല പാത്രമൊക്കെ വെച്ചെടുക്കാമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ അതാ രാത്രി കിടക്കാൻ റൂമൊക്കെ വന്നാണ് കേട്ടോ. അപ്പോഴും കുട്ടികളെ കളിയാണ്, എല്ലാവരും കൂടി കളിയായിരുന്നു. പിന്നെ നമ്മൾ നേരം വെളുത്തിട്ടുള്ളതാണ് ഇട്ടത്. അപ്പോൾ 2 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു സെറ്റ് ഉള്ള വീഡിയോ ഒക്കെ ഇട്ടത് പിന്നെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ തലേന്നത്തെ നെയ്ച്ചോറുണ്ടായിരുന്നു, അതിൽ ബാക്കി ചോറടുപ്പത്ത് തേക്കിട് അല്ല ചായയും ദോശയും ഇന്നലത്തെ ചിക്കൻ കറിയിൽ തേങ്ങ ഒക്കെ വറുത്ത് പാട്ടിടൂലേ, അതിട്ടിട്ട് നല്ല കളി കളിക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഇനിയിപ്പോൾ ആ ഒരു വീട്ടിൽ അത് അങ്ങനെ പൊളിക്കാതെ നിന്നാൽ അതിലിങ്ങനെ ആറാട്ടും കളിയും അങ്ങനെയൊക്കെ നല്ല രസമാണല്ലോ. കുട്ടികൾക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാ അരി ഉണക്കിന്ന് ഇവിടെ അരി ഉണക്കിയിട്ടിരുന്നാൽ അത് ഒന്നും കൂടി ചെറിയതായിട്ടൊരു ചൂടാക്കാൻ വേണ്ടിയിട്ട് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അതാ ഇതിൻ്റെ മുകളിൽ കുറേ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കൂടെ കൂടിയിട്ട് ഇത് അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയുണ്ട്. അപ്പോൾ എത്ര ഇത് വൃത്തിയാക്കിയാലും നല്ല ഇവിടെ മരമുള്ള കാരണം നല്ല പ്ലാവിൻ്റെ ഇല കൊയ്യും കേട്ടോ വാർപ്പിൻ്റെ മുകളിൽ.
പിന്നെ ഞങ്ങളിങ്ങനെ ആകാശത്തത്തെ വൈകുന്നേരമായപ്പോൾ ഉള്ള സമയമായിട്ടത് ഇതിലൊരു ചുവപ്പ് കളർ ഇങ്ങനെ ആകാശത്ത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിന്ന് നോക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഒരു മുകളിൽ ഇങ്ങനെ നിന്നിട്ട് അമ്പിളിമാമ ഉണ്ടാവില്ലേ അതുണ്ട്. അപ്പം ഇങ്ങനെ പറയുന്നത് നമ്മൾ ലവ് ചിഹ്നം കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ വീട്ടിലെടുത്ത് കളിക്കുന്നു കേട്ടോ. അങ്ങനെ ഇത് പിറ്റേ ദിവസത്തേന് അപ്പം ഞാൻ ചെന്നപ്പോൾ തുടങ്ങിയിങ്ങനെ കേട്ടോ ചക്കക്ക് പൂതി പറയൽ. മൂത്ത ചക്ക ഒന്നും പ്രാവശ്യം കഴിച്ചിട്ടില്ല, ചക്ക കിട്ടുമോ എന്നുണ്ടെങ്കിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചക്ക ഉണ്ട് കേട്ടോ, മുകളിലാണ് ഉള്ളത്. അപ്പോൾ പഴുത്തിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പഴുത്തത് ഒരു കഷ്ണം ഇവിടെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ വരുമ്പോഴത്തേന്. പിന്നെ അത് കഴിക്കണ സമയത്തൊന്നും വീഡിയോ എടുക്കാനുള്ള ഓർമ്മയില്ലത്, തിന്നാളുള്ളത് കാണുമ്പോൾ ഉണ്ടാവും വീഡിയോ എടുക്കാനുള്ള ഓർമ്മ തന്നെ പോലെ. അങ്ങനെ അത് ഞങ്ങളെല്ലാവരും കൂടി കൊത്തിപ്പറിച്ച് തിന്നിട്ടോ ഒരു കഷ്ണം. അവർ മുകളിൽ നിന്ന് എന്താണ് പൊത്ത് നിന്നിട്ട് കൊടുത്തിട്ടുണ്ടപ്പോൾ എങ്ങനെയൊക്കെ ഇട്ട് ഇതാക്കി തന്നെ. പിന്നെ മുകളിലുണ്ട് മൂത്ത ചക്കൊക്കെ ഉണ്ട്. അപ്പോൾ കോണി വെച്ച് കയറിയിട്ടൊക്കെ ഒരു ചക്ക ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചക്കൊക്കെ നല്ല ഷാറാക്കി നുറുക്കിയെടുത്തിട്ടാണ്. പിന്നെ ഇത് അടുപ്പത്തൊക്കെ വെച്ച് ഇതിൽ എന്താണ് തേങ്ങ ഒക്കെ അരച്ചൊഴിച്ചിട്ട് അത് നല്ല മഞ്ഞ കളറാണ്. പക്ഷെ ഫോണിൽ എന്താണെന്ന് അറിയില്ല. ഇത് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ വീഡിയോ എടുക്കാനുള്ള ഓർമ്മ ഒന്നുമില്ല. എന്നിട്ട് പിഞ്ഞും എടുത്ത് കഴിക്കണം കേട്ടോ. പിന്നെ ഞാൻ വെന്ത പാട് കഴിക്കൽ കഴിഞ്ഞാണ് പിഞ്ഞും എടുത്ത് കഴിക്കണം. അപ്പോൾ അന്നത്തെ ദിവസം ചോറൊന്നും തിന്നാതെയാണ് ഈ ചക്കൻ്റെ കൂട്ടാൻ നിന്നിട്ട്. അപ്പോൾ അത്രക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്രാവശ്യത്തെ ചക്ക പൂത്തതും അതുപോലെ ഉപ്പേരി വെച്ചതും കൂട്ടാൻ വെച്ചതും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള കൂട്ടാനൊക്കെ ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടോ. ഞാൻ ആദ്യമൊക്കെ എടുത്തുകൊണ്ട് ഞാൻ അവിടെ മൂടി വെച്ചിട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാണിതാ കഴിക്കണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ. അപ്പോൾ ഇതിൻ്റെ മോള് വിളിച്ചിരുന്നിട്ടാ. പിന്നെ ഞാൻ പോയതാണ്. അപ്പോൾ മോള് മേലെ കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു. പിന്നെ ഞങ്ങളിതാ ചക്കക്കൂട്ടാൻ ഞാൻ കുറച്ച് കറിയൊക്കെ കൂട്ടി കഴിച്ച്. പിന്നെ വിശപ്പൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചോറും കൂട്ടാനും കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കുടുംബത്തിലൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ബിരിയാണി കൊടുന്നിരുന്നു. അപ്പോൾ പിന്നെ വൈകുന്നേരം പിന്നെ അത് ലേശം തിന്നാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ നമ്മൾ ചക്ക പൂതി തീരണ്ട് പള്ളം നിറച്ചും അതിൽ കുറച്ചൊന്നും അറിയില്ല അതേപോലെ ഉണ്ട് തിന്നിട്ടോ. പൂത്തതും കിട്ടി എന്താണ് മൂത്തതും കിട്ടിയിട്ടാണ് വീട്ടിൽ ചെന്നപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പ്രാവശ്യത്തെ ചക്ക എന്താ മൂത്തത് കഴിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനത്തെ ചെള്ള് ഇടിഞ്ചക്ക ഒന്നും അങ്ങനെ ഇഷ്ടമല്ല. ചെറിയ ചക്ക ഉണ്ടല്ലോ ഒന്ന് മൂത്തത് ഇങ്ങനെ തേങ്ങ അരച്ചിട്ട് കൂട്ടാനുണ്ടാക്കിയാൽ ഭയങ്കര ഇഷ്ടമായിട്ട് അത് കഴിക്കാൻ. അപ്പോൾ വേറെ ചോറും ഒന്നും വേണ്ട, മാത്രം നിന്നിട്ട് വയറൊക്കെ നിറച്ച് തിന്നണം എന്നുള്ള പൂതി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൂതിയൊക്കെ തീർത്തിട്ടോ. പിന്നെ അടിപൊളി നാരങ്ങച്ചാറുണ്ട് കേട്ടോ. നാരങ്ങച്ചാറ് കൊണ്ട് കാണുമ്പോൾ തന്നെ അങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ട്. എത്ര നാരങ്ങൻ്റെ വലിയാണ് കഴിച്ചിരിക്കണം. അത്രക്കും ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് അച്ചാർ കേട്ടോ. കയ്പൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി അച്ചാർ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇനി നമ്മൾ ഈ ചോറൊക്കെ കഴിക്കട്ടോ. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഇവിടെ വന്നിട്ടും അധികം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലുമൊക്കെ ചെറിയ ഭാഗങ്ങളൊക്കെ എടുത്താൽ. അപ്പോൾ ഇതിൽ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ കാണാൻ ആവശ്യപ്പെടുന്ന കുറച്ച് കൂട്ടരൊക്കെ ഉണ്ട്. അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. നല്ല ചിക്കൻ ബിരിയാണി കേട്ടോ. നല്ല അടിപൊളി ചോറയിന്ന്. പിന്നെ നമ്മൾ വിശക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. ചക്കക്കൂട്ടാനൊക്കെ കഴിച്ചിട്ടോ. എന്നാലും കുറച്ചൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴത്തേന്